അഡ്വക്കേറ്റ് അനിൽകുമാർ, നോക്കൂ, സംസ്ഥാന കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്നത് AI ദ്വന്ദ്വങ്ങളാണ്. പാർട്ടി നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഗ്രൂപ്പ് മാനേജർമാരായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അക്കാര്യത്തിൽ അന്ന് PCC അധ്യക്ഷനായിട്ടുള്ള VM സുധീരനടക്കം നേരിട്ട് ഈ ഗ്രൂപ്പ് മാനേജർമാരെ കുറിച്ച് പരാമർശിച്ചത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം ഒഴിവാക്കാൻ വേണ്ടി സംഘടനാ രംഗത്തെ അധികായനായിട്ടുള്ള K. സുധാകരനെ PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. പാർലമെന്ററി രാഷ്ട്രീയത്തിലെ തീപ്പൊരിയായിട്ടുള്ള VD സതീശനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുന്നത് കണ്ടത്. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന് കിട്ടാത്ത ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാനാർത്ഥിയപ്പോൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെറ്റൊഴിച്ച് ബാക്കിയെല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചത് UDF ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റം നമുക്ക് കാണാവുന്നതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ. യഥാർത്ഥത്തിൽ CPM അതിനെ ഭയക്കേണ്ടതല്ലേ, ഈ ഒരു സംഘടനാപരമായും പാർലമെന്ററി രംഗത്തുമുള്ള ഈ തിളക്കം UDF-ന്റെ? ഒരിക്കലുമില്ല. UDF-ന്റെ സ്ട്രാറ്റജി ബഹുമാനപ്പെട്ട PJ കുര്യൻ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. പക്ഷേ ഈ കേരളത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇന്ന് BJP വിരുദ്ധതയാണ്. അപ്പോൾ BJP വിരുദ്ധമായ ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ കേരളവും മാർക്സിസ്റ്റ് വിരുദ്ധതയെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വവും തമ്മിലുള്ള ഒരു വെല്ലുവിളിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിലേതാണ് ജയിച്ചതെന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബലം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിണറായി വിരുദ്ധത, മാർക്സിസ്റ്റ് വിരുദ്ധത അതിലൂന്നിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയത്തെ കെട്ടിയിടാൻ വേണ്ടി UDF നോക്കി. അത് UDF-ന് ഗുണമായോ എന്നുള്ളതാണ് അവരുടെ വ്യാഖ്യാനം. ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായിക്കെതിരായിട്ട് വോട്ടുണ്ട്, ഇതാണ് UDF-ന്റെ ഏക ചിന്ത. അതേസമയം ഇന്ത്യ രാജ്യത്തിൻ്റെ സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചത്, ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ കാലത്തെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം അറബിക്കടലിൽ പോയിരിക്കുന്നു. ഇനി മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. പ്രത്യേകിച്ച് 2004 UPA സർക്കാരിന് കേരളത്തിലെ ഇടതുപക്ഷം നൽകിയ പിന്തുണയോടുകൂടി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള പുതിയ ബോധമെന്ന് പറയുന്നത് BJP-ക്കെതിരായ പൊതു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തൽ തന്നെയാണ്. അതുകൊണ്ട് ഈ നേതൃത്വത്തിൻ്റെ ഭാരമായിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും പക്വത ഇവർ പ്രകടിപ്പിച്ചോ? ഏത് കാലത്താണ് സുധാകരൻ കേരളമാകെ നിറഞ്ഞൊരു നേതാവായിരുന്നത്? ഏത് കാലത്താണ് VD സതീശൻ കേരളമാകെ നിറഞ്ഞൊരു നേതാവായിരുന്നത്? VM സുധീരനോട് എത്രത്തോളം അനാദരവോടുകൂടി VD സതീശൻ പെരുമാറിയിട്ടുണ്ട്? ധിക്കാരത്തോടും ധാഷ്ട്യത്തോടും കൂടി സുധീരനോട് പെരുമാറിയിട്ടില്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രനും VD സതീശനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? സതീശൻ എന്ന് പറയുന്ന ആൾ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്തു വന്നയാളാണോ? സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത് ചില നിലപാടുകൾ സ്വീകരിച്ചിട്ട് അവിടെ ചില ക്രിമിനലുകളുമായി കൂടിച്ചേർന്ന് ഒരു രാഷ്ട്രീയം, അത് യഥാർത്ഥത്തിൽ BJP-യുടെ ശാഖയ്ക്ക് കാവൽ നിന്ന് മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം വികസിപ്പിച്ചപ്പോൾ അതായിരിക്കണം കേരളം മുഴുവൻ പകർത്തേണ്ടത്. അതുമായിട്ടാണ് അദ്ദേഹം പകർത്താൻ നോക്കിയത്. അതാണ് ഈ സെമി കേഡർ എന്നൊക്കെ പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പിടിച്ചു നിൽക്കാൻ എന്തോ അങ്ങനെ വേണം എന്ന് തോന്നി. പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ. നോക്കൂ, അതല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ സൂചിപ്പിച്ചത് ഉപതെരഞ്ഞെടുപ്പുകളിലെ വൻ വിജയമാണ്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വൻ വിജയം മാത്രമല്ല, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, കേൾക്കൂ സർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ് ഇനിയിപ്പോൾ കോൺഗ്രസിലെ പുനഃസംഘടന സാധ്യമാവുക എന്ന് ഏവർക്കും അറിയാം. ഇപ്പോൾ പ്രൊഫസർ PJ കുര്യൻ അത് നിഷേധിച്ചാലും നമുക്ക് ഇന്ന് കോൺഗ്രസിൽ അന്വേഷിച്ചാൽ അറിയാം പുനഃസംഘടന ഉണ്ടാകും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയേക്കാളും കൂടുതൽ സീറ്റുകൾ UDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുകയാണ് എങ്കിൽ, 10-ലധികം സീറ്റുകൾ UDF സ്വന്തമാക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഇവരെയൊക്കെ മാറ്റുക എന്നൊരു ചിന്ത സ്വാഭാവികമായും ആ പറയുന്ന പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടാവില്ലേ? ഇവിടെയാണ് സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഒന്ന്, ബഹുമാനപ്പെട്ട VD സതീശനും സുധാകരനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അവരുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിലൂടെ വ്യക്തമാണല്ലോ. 2 വ്യക്തികൾ തമ്മിൽ, KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിടെ ഫോണിൽ സംസാരിക്കുന്നു KPCയുടെ കണക്കിനെ കുറിച്ച്. ആ സംഭാഷണം പുറത്തു വരുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തത കിട്ടി. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടു. പിന്നെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും മത്സരിച്ച ആരാണ്? മരിച്ച ആളുകളുടെ ബന്ധുക്കൾ, സഹതാപ തരംഗം. സഹതാപത്തിൻ്റെ പിൻബലമില്ലാതെ കോൺഗ്രസിന് നിൽക്കാനാവില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പുറത്തൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ചിന്തിക്കാനാവാത്ത പതനത്തിലേക്കും തൃക്കാക്കര പുതുപ്പള്ളി സ്വാഭാവികമായി എല്ലാ കാലത്തും അവരുടെ കയ്യിൽ നിന്നൊരു കേന്ദ്രമായിരുന്നൊരു മണ്ഡലം തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് താൽക്കാലികമായിട്ട് അവിടെ ഒരു സഹതാപ തരംഗത്തിന്റെ വിജയം ഉണ്ടായത് അവിടെ ജനം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം നടന്ന പക്ഷെ അങ്ങനെയല്ലല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുമ്പോൾ അത് കുറെ കൂടി ഊട്ടിയുറപ്പിക്കാൻ പോവുകയാണ് ശ്രീ അനിൽകുമാർ. അല്ലല്ല, അവിടെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന തിരിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടരാനായോ ആ ശക്തിയോടുകൂടി അവർക്ക്? എന്തുകൊണ്ട് തുടരാനായില്ല? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്ന ഒരു എഡ്ജിൻ്റെ ഭാഗമായിട്ടാണ് 2019 കിട്ടിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് KPCCയുടെ മിടുക്കാണെന്ന് അവർ പോലും അവകാശപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് കിട്ടുമെന്ന് ഇവരാരെങ്കിലും പറഞ്ഞായിരുന്നോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ? സ്വാഭാവികമായും ഭാരവാഹികൾക്കെല്ലാം നല്ല പങ്കാളിത്തം ഉണ്ടെങ്കിലും രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കുന്ന എങ്ങനെയെന്നുള്ള ചോദ്യം, അതിൽ സ്ട്രാറ്റജിക്കറായ എറർ സംഭവിക്കാൻ ഇടവരുന്ന വിധം പെരുമാറിയിട്ടുള്ള UDF ആണ്. ഇനി അതിനേക്കാൾ വലിയ അപകടം വരാൻ പോവാണ് കേട്ടോ. അതുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പ്രതിപക്ഷ നേതാവ് ചെന്ന വെട്ടെന്താണെന്നറിയാമോ? ഇപ്പം മാത്യു കുഴൽനാടൻ കേസ് തോറ്റോടുകൂടി കുഴൽനാടൻ ഒറ്റയ്ക്ക് തോറ്റു എന്നാണ് പലരുടെയും ധാരണ. കുഴൽനാടൻ മനസ്സിലാക്കേണ്ട, കുഴൽനാടൻ്റെ സന്തോഷം എന്താണ്? AI ക്യാമറയുടെ കേസ് കൊടുത്തതും ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനോട് ഒരുമിച്ചാണ്. അതുപോലെ തന്നെ K-ഫോണിൻ്റെ കേസ് കൊടുത്ത് ഇവർ ഒരുമിച്ചാണ്. ആ 2 കേസിൻ്റെ അവസ്ഥ എന്താ? മാസപ്പടി കേസ് പൊളിഞ്ഞ് പാളീസായോട് കുഴൽനാടൻ്റെ മേത്ത് വരെ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഈ 2 നേതാക്കന്മാരോട് കൊടുത്ത കേസിനകത്ത് UDF ഇതുവരെ ഉണ്ടാക്കിയ പിണറായി വിരുത്തി വ്യാഖ്യാനങ്ങൾ മുഴുവൻ കുടിച്ചു മൂടപ്പെടുകയാണ്. അതാണ് സംഭവിക്കാൻ പോണത്.